അടുത്ത ശ്രീ കെ ബാബു നെന്മാറ, അങ്ങേക്ക് 10 മിനിറ്റ് എടുക്കാം. സർ, ആകെ ഭൂവിസ്തൃതിയുടെ 33% വനമായിരിക്കണമെന്നാണ് നമ്മുടെ ദേശീയ നയം. സർ, 33% കേരളത്തിൻ്റെ വനവിസ്തൃതി എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. സർ, വനം ശോഷണം വലിയ പ്രതിസന്ധിയാണ് ഈ രാജ്യത്തും ലോകത്തുമാകെ ഉണ്ടാക്കുന്നത്. ഒന്ന്, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം. രണ്ടാമത്, വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഊർജിക്കാൻ വലിയ തോതിലുള്ള ഇടവരുത്തുന്നുണ്ട്. സർ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1979-ലും 2001-ലും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ജൈവ റിസർവുകളും അഗസ്ത്യമലയാണെങ്കിലും അതുപോലെ തന്നെ നീലഗിരിയുടെ താഴ്വാരം ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിര, ആ മലനിരയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. സർ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴകളും നദികളും അതിൽ നിന്നുണ്ടാവുന്ന ജലാശയങ്ങളും ഈ കേരളത്തിലെ 3,62,000 ഹെക്ടറിലധികം നമ്മുടെ ജലസംഭരണികളായിട്ടും മാറുന്നത്. അതുകൊണ്ട് ഭൂമിക്കും ഭാവിക്കും വേണ്ടി നമുക്കവയെ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. സർ, ഇവിടെ വനവും മറ്റേ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം അത് കേരളത്തിൽ മാത്രമാണെന്നും ഇന്ത്യയിലോ ലോകത്തെവിടെയും ഇല്ല എന്നുള്ള രൂപത്തിലും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒഴിയണമെന്നാണ് പ്രതിപക്ഷത്തുള്ള ഒരു MLA തന്നെ പറയുന്നത്. ഇന്ത്യയിലെ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, കേരളം തുലവും വളരെ വളരെ കുറവാണ്. ആ വനവും വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കണമെങ്കിൽ ഈ വനശോഷണത്തിൻ്റെ ഭാഗമായി വനത്തിനകത്ത് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും കുടിക്കാനുള്ള വെള്ളവും കൊടുത്ത് അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ എടുക്കണം. സർ, 1972-ലെ വന നിയമത്തിനകത്തൊരു ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നമ്മൾ കത്തെഴുതി. ഒരു മറുപടിയുമില്ല. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട UDF MP-മാർ അതൊന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണത്തിൻ്റെ ഭാഗമായി ജീവഹാനി സംഭവിക്കുന്ന ആളുകൾക്ക് ഈ കേരളത്തിൽ കൊടുത്തത് 38.5 കോടിയാണ്. കേന്ദ്രമോ 1.75 കോടി മാത്രമാണ്. പ്രിയപ്പെട്ട പ്രതിപക്ഷത്തിലെ ഒരു അംഗം പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽജി വന്നു, വീട്ടിൽ പോയി, സന്തോഷം. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 15 ലക്ഷം രൂപയല്ല കൊടുത്തതിലും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. പക്ഷേ അതിനുമപ്പുറം ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ പറഞ്ഞ 72-ലെ ഭേദഗതിയാണെങ്കിലും 602 കോടി സമർപ്പിച്ചിട്ടുള്ള ആ പ്രോജക്റ്റിനും അംഗീകാരം നേടിയെടുക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ പിന്തുണ പാർലമെൻറ്റിനകത്ത് കാണണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, നഷ്ടപരിഹാര തുക 10 ലക്ഷമാണ്. സ്വാഭാവികമായും സാമ്പത്തികപരമായ ഒരു ചെറിയ സഹായമാണെങ്കിലും അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന കുടുംബത്തിലൊരു അംഗത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു താൽക്കാലികമായിട്ടെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള സാധ്യതകൾ ആരായണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, RRTയുടെ പ്രഖ്യാപനം ഏറെ സന്തോഷിക്കുന്നു. കാരണം കൊല്ലങ്കോട് റേഞ്ചിലും ആ RRT പ്രഖ്യാപിച്ചു എന്നുള്ളതിൽ അതിയായ സന്തോഷവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെയും വകുപ്പിനെയും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. സാർ, അതിനാവശ്യമായ വാഹനം മാസങ്ങൾക്ക് മുമ്പ് തന്നെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഞങ്ങൾ അനുവദിച്ചു. സാർ, എൻ്റെ മണ്ഡലം എന്ന് പറയുന്ന 51 കിലോമീറ്റർ വനാതിർത്തി പങ്കിടുന്നതാണ്. ആ വനാതിർത്തിയിൽ ഇപ്പോഴുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് പുലിപ്പേടിയിലാണ്. കേരള ചരിത്രം പഠിക്കുന്നവർക്കറിയാം, അതിൽ പഠിക്കുന്ന കാലത്ത് മണ്ണാപ്പേടിയും പുലിപ്പേടിയുമാണെങ്കിൽ ഇന്ന് സ്വാഭാവികം ഇന്ത്യയിൽ ഒട്ടാകെയുള്ളത് ആനപ്പേടിയും പുലിപ്പേടിയുമാണ്. ഇവിടെയും അതാണ്. ആ പുലി നാട്ടിലിറങ്ങി 2 പുലികളെ കയ്യോടെ പിടിച്ചു. അത് ഒരു പുലിയാണെങ്കിൽ ഫോറസ്റ്റുകാർ കൊണ്ടുപോകുന്നതിനിടയിൽ അത് മരണപ്പെട്ടുപോയി. സാർ, ആ കർഷകൻ്റെ പേരിലാണ് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് കൊല്ലങ്കോട് വാഴപ്പടിയിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കർഷകൻ്റെ പേരിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. സാർ, മറ്റൊരു പുലിയാണെങ്കിൽ നെല്ലിയാമ്പതിയിലൊരു കിണറ്റിൽ ചാടി ജീവഹൂതി നടത്തിയതുപോലെയാണ്. ഇപ്പോഴാണെങ്കിൽ പുലിയെ പിടിക്കുന്നതിന് വേണ്ടി കൊല്ലങ്കോട് കൊശവങ്കോട് ഒരു കൂട് വച്ചിരിക്കുമ്പോഴാണ് മുതലമടയിലെ കള്ളിയമ്പാറയിൽ ഒരു പട്ടിയെ പിടിച്ച് പുലി പോകുന്നത്. സാർ, അത് നെല്ലിയാമ്പതിയിൽ ആ പുലി അന്വേഷിക്കുന്നത് ചന്ദ്രാമലയിൽ ഒരു ആടിൻ്റെ കൂടിനടുത്തേക്കാണ്
കോഴിക്കൂടിനടുത്ത് അന്വേഷിച്ചു പോയി കിട്ടാത്തതിൻ്റെ കലി തീർത്തത് ഒരു പശുവിനെ കൊന്നിട്ടാണ്. സ്വാഭാവികമായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല പരിശ്രമം അവർ നടക്കുന്നുണ്ടെങ്കിലും ആ പരിശ്രമത്തിന് ഒന്നുകൂടെ ശക്തി പകരാൻ വേണ്ടി നമുക്ക് കഴിയണം. സാർ, കാട് കാക്കാൻ കാടറിയുന്ന കാടിൻ്റെ മക്കളെ നിയമിച്ചൊരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് 500-ലധികം വരുന്ന വീറ്റ് ഫോറസ്റ്റുകാരെ നിയമിച്ച ഈ സർക്കാരിനെ ആദിവാസി സമൂഹത്തിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുക. 20 വർഷമായി ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരം പ്രശ്നമാണ്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശരിയായ നിലപാടെടുത്ത് ആ സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതിൽ നേടിയെടുക്കുന്നതിൽ വിജയിച്ചതിനെ അഭിനന്ദിക്കുന്നു. സാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള 21 കേന്ദ്രങ്ങളിലായി നടന്ന വന സൗഹൃദ സദസ്സ് ഇനിയും നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. വനവുമായി ബന്ധപ്പെട്ട 50 സെന്റ് ഭൂമിയിൽ ഇരിക്കുന്ന കർഷകർക്ക് അവരുടെ ആ ഭൂമിക്ക് അവകാശം നിയമ ഭേദഗതിയിലൂടെ കൊടുക്കാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട്. സാർ, അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ഇന്ത്യയുടെ പാലുൽപാദന രംഗം, ക്ഷീരവികസനം. സാർ, ഇന്ത്യയുടെ പാലുൽപാദനം 2023-24 230.58 മെട്രിക് ടൺ ആണെങ്കിൽ കേരളത്തിൽ അത് 25.8 മില്യനാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള സ്വയം പര്യാപ്തതയിലേക്ക് പാലുൽപാദന രംഗത്ത് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് ഈ കേരളത്തിലെ LDF ഗവൺമെൻറ് തുടരുന്നത്. അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. നിരവധി പദ്ധതികളാണ്. എടുത്തു പറഞ്ഞാൽ ഡയറി ഫാമുകൾക്കുള്ള സാമ്പത്തിക സഹായം, ക്ഷീരസംഘങ്ങൾക്കുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട്, പുൽകൃഷിക്ക് വേണ്ട സാമ്പത്തിക സഹായം, അത് തുടങ്ങി നിരവധിയാണ്. സാർ, മനുഷ്യന് മാത്രമല്ല ഈ ആരോഗ്യമായ പരിരക്ഷ കൊടുക്കേണ്ടത് ഏത് അർദ്ധരാത്രിയിലും മനുഷ്യനെ ചികിത്സിക്കാൻ ഡോക്ടറുണ്ടെങ്കിൽ ഇന്ന് 1962 എന്ന നമ്പറിലൊന്ന് ഡയൽ ചെയ്താൽ അവരവരുടെ വീട്ടിൽ അർദ്ധരാത്രിയും സേവനത്തിനെത്തുന്ന രൂപത്തിലേക്ക് ഈ മേഖലയെ കൊണ്ടുവന്ന മൊബൈൽ യൂണിറ്റ് ആവട്ടെ, വിളക്കണയാത്ത മൃഗാശുപത്രികൾ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു. സാർ, മനുഷ്യർക്ക് ഈ ഹെൽത്ത് കാർഡ്, മൃഗങ്ങൾക്കും ഇപ്പോൾ ഈ സമൃദ്ധി എന്ന നിലയിൽ കൊണ്ടുവന്നതിനെയും ഞാൻ അഭിനന്ദിക്കുക. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന ഒരു വരുമാന മാർഗമുണ്ടാക്കുന്ന മേഖലയാണ് നമ്മുടെ ക്ഷീരമേഖല. സാർ, ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് 2 പശു വളർത്തുന്നിടത്ത് 100 ദിന തൊഴിൽ അവർക്ക് ആ ക്ഷീര കർഷകന് കൊടുത്ത് കൂലി അവർക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറി. അത് ഗ്രാമീണ മേഖലയിലേക്ക് കൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണം. സാർ, പാൽ ഉൽപാദനത്തിൻ്റെ തോത് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളിലൊന്ന് പാലക്കാടാണ്. സാർ, അവിടെ പാലുൽപാദനത്തിന് ആവശ്യമായി ഉരുക്കള വാങ്ങണമെങ്കിൽ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കണം. തമിഴ്നാട്ടിലെ പല മാർക്കറ്റുകളിലാണ് പോകുന്നത്. കൊണ്ടുവരുന്ന ഉരുക്കൾ കൃത്യമായി അളവ് കിട്ടാത്തത് കൊണ്ട് തന്നെ വഞ്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പാലക്കാട് കേന്ദ്രീകരിച്ചൊരു കാറ്റിൽ ബ്രീഡിംഗ് ആൻഡ് റിസർച്ച് സ്റ്റേഷൻ ആരംഭിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിന് നടപടി ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം സാർ, ഇവിടെ ഇന്ന് ടീം ഇന്ത്യയെക്കുറിച്ച് അഭിമാനാർഹമായ വിജയം നേടിയതിലുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടന്നു. തീർച്ചയായും നമുക്ക് അഭിമാനിക്കണം. സാർ, 2022 ഖത്തറിൽ വെച്ച് നടന്ന ലോക ഫുട്ബോളിൻ്റെ ആദ്യ റൗണ്ടിൽ മെസ്സിയുടെ അർജന്റീന ടീം നമ്മുടെ സൗദി അറേബ്യയോട് തോറ്റു. പലരും എഴുതി അർജന്റീനയുടെ കഥ കഴിഞ്ഞു എന്ന്. അതുപോലെയാണ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ നേടിയത് 19 ഞങ്ങൾ ഒറ്റ ഗോളേ നേടിയുള്ളൂ സാർ, ഒരേ ഒരാൾ. പക്ഷേ സെമി ഫൈനൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 60-40. അത് കഴിഞ്ഞ് ഫൈനൽ നടന്നത് 20 കഴിഞ്ഞ് 21 ഫൈനൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ ഞങ്ങൾ 99. ചുവപ്പ് കാർഡ് കാണിച്ച് ജനങ്ങൾ പുറത്താക്കി റഫറിയെ കൊണ്ട് കള്ളക്കളി കളിച്ചിട്ടാണ് ആ നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരിന്തൽമണ്ണിലെ MLA ഉൾപ്പെടെ ചേർന്നാലും നിങ്ങൾക്ക് 41 ഉള്ളൂ. അതുകൊണ്ട് ഒറ്റ കളി തോറ്റു എന്നുള്ളത് കൊണ്ട് അർജന്റീന തോറ്റില്ല. അവസാനം ഫ്രാൻസിനോട് പൊരുതി കപ്പ് നേടിയപ്പോൾ എല്ലാവരും അതുപോലെയായിരുന്നു ഞങ്ങളും. സാർ, ഈ ഒരു സംശയമില്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു. ഈ അതിന്റെ വകുപ്പെന്ന് പറയാൻ പറയൂ, എന്നാ പഴകും. സാർ വകുപ്പ് പറയണം, സാർ ചട്ടം പറയണം, അല്ലാതെ എങ്ങനെയാ? ഒരു സെക്കൻഡ് അത് സ്പീക്കറോടാണല്ലോ. സാർ, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു അംഗം പെരിന്തൽമണ്ണ അംഗം ശ്രീ നജീബ് കാന്തപുരം, അദ്ദേഹം ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് കാണിച്ച് ഏതാണ്ട് റെഡ് കാർഡ് കാണിച്ച് റഫറി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന ഒരു അംഗത്തെ
അദ്ദേഹത്തിന്റെ അംഗത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരാമർശം അത് മറ്റൊരു അംഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് തികച്ചും അപമാനപരമായിട്ടുള്ളതാണ്. ഇവിടെ അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുള്ള പല അംഗങ്ങളും ഉണ്ട്. ഞങ്ങൾ ആ വിഷയങ്ങളൊന്നും ഇവിടെ ഉന്നയിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അംഗത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം സഭാരേഖയിൽ ഉണ്ടാവാൻ പാടില്ല. പരിശോധിച്ച് വേണ്ട ചെയ്യും. പറയൂ, സംസാരിക്കും. ആ സമയം കൂടെ എനിക്ക് തരണേ സാർ. ഒറ്റ കാര്യമുള്ളൂ. Extra time അതുകൊണ്ട് ഇലാണ്. 2024 ആദ്യ റൗണ്ട് മത്സരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതും അന്നത്തെ ഒരേ ഒരു ഗോൾ തന്നെ. പക്ഷേ നിങ്ങളോ ഒരു സെൽഫ് ഗോൾ അടിച്ചിട്ടല്ലേ ആ തൃശ്ശൂർ BJPക്ക് കൊടുത്തത്. അതുകൊണ്ട് വരട്ടെ, ഗ്രൗണ്ടിൽ ഇറങ്ങാം. സെമി ഫൈനലും ഫൈനലിലും എത്തുമ്പോൾ പഞ്ചായത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ടീം LDF ഈ കേരളത്തിൽ വിജയിക്കും എന്നതിന് തർക്കമില്ല. ഒറ്റ കാര്യമില്ല. Yes. സർ, നജീബ് കാന്തപുരം ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം സഭയിൽ പറഞ്ഞു PTA റഹീമിനെ ഞങ്ങളെന്തോ വാടകയ്ക്കെടുത്തു എന്നാണ്. ഞങ്ങൾ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, അന്നേ അറിയാനുള്ളൂ. ബഹുമാനപ്പെട്ട MLA ഉണ്ടല്ലോ, ഞങ്ങളുടെ ആ പഴയ പ്രിയപ്പെട്ട സഖാവായിരുന്ന പിന്നെ Yes. മഞ്ഞളാംകുഴി അലി 2 തവണ LDFൽ വിജയിച്ചതല്ലേ. അദ്ദേഹത്തെ നിങ്ങൾ വിലക്കെടുത്തോ അതെയോ ലീഗിനെ അദ്ദേഹം വിലക്കെടുത്തോ? അതാണ് ഞങ്ങൾക്കറിയാനുള്ള ഒറ്റ കാര്യം. അവസാനിപ്പിക്കുകയാണ് സാർ. ഒരു കാര്യം, ഈ ധന അഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.